പരിണാമം. ഈ വാക്ക് കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ എന്താ വരുന്നത്? ചിലപ്പോൾ ദിനോസറുകളാവാം, അല്ലെങ്കിൽ കുരങ്ങിൽ നിന്ന് വരുന്ന മനുഷ്യന്റെ പടം, അല്ലേ? ശരി, ഇന്ന് നമ്മൾ പരിണാമത്തിന്റെ ചില വഴികളിലൂടെ ഒരു യാത്ര പോവുകയാണ്. അപ്പോൾ എന്റെ ചോദ്യം ഇതാണ്: 1966 നടന്ന ഒരുപക്ഷെ എല്ലാവരും മറന്നുപോയ ഒരു മെഡിക്കൽ കേസിന് നമ്മുടെയൊക്കെ ഭാവിയെ സംരക്ഷിക്കാനുള്ള ഒരു വഴി കാണിത്തരാൻ പറ്റുമോ? കേട്ടിട്ട് അത്ഭുതം തോന്നുന്നുണ്ടല്ലേ? നമുക്ക് നോക്കാം. നമ്മുടെ കഥ തുടങ്ങുന്നത് ഒരു മെഡിക്കൽ രഹസ്യത്തിൽ നിന്നാണ്. ഈ കാണുന്നത് 1966 ഒരു എക്സ്റേ ഫിലിമാണ്. സഹിക്കാൻ പറ്റാത്ത ചുമയും ശ്വാസമുട്ടലുമായി ഹോസ്പിറ്റലിൽ വന്ന ഒരു ചെറുപ്പക്കാരൻ്റേത്. ഡോക്ടർമാർക്ക് സംശയമൊന്നും ഉണ്ടായിരുന്നില്ല, ഇത് ക്ഷയരോഗം, അതായത് ട്യൂബർക്കുലോസിസ് തന്നെ. തുടക്കത്തിലൊക്കെ ശരിക്കും എല്ലാം പ്രതീക്ഷ നൽകുന്നതായിരുന്നു. ആദ്യ മാസം തന്നെ നല്ല സ്ട്രോങ് ആയ ആൻറ്റിബയോട്ടിക് ചികിത്സ തുടങ്ങി. 10ാമത്തെ മാസമായപ്പോഴേക്കും ടെസ്റ്റുകളൊക്കെ കഴിഞ്ഞ് ഡോക്ടർമാർ പറഞ്ഞു, ആശ്വാസമായി, രോഗം മുഴുവനായി മാറി. പക്ഷേ ആ സന്തോഷം അധികം നീണ്ടുനിന്നില്ല. വെറും 2 മാസം കഴിഞ്ഞു, അതേ ലക്ഷണങ്ങളുമായി അയാൾ തിരികെ വന്നു. ഇത്തവണ എന്തു ചെയ്തിട്ടും മരുന്നുകളൊന്നും ഫലിച്ചില്ല. 10ാമത്തെ ദിവസം ആ ചെറുപ്പക്കാരൻ മരിച്ചു. അപ്പോ ഇതെങ്ങനെ സംഭവിച്ചു? ആദ്യത്തെ തവണ അയാളുടെ ജീവൻ രക്ഷിച്ച അതേ മരുന്ന്, അതേ ചികിത്സ, 2ാമത്തെ തവണ എന്തുകൊണ്ടൊരു ഫലവും ചെയ്തില്ല? ആ ചോദ്യത്തിനുള്ള ഉത്തരമുണ്ടല്ലോ, അത് നമ്മളെ പരിണാമം എന്ന ആശയത്തിന്റെ ഒരു ഫാസ്റ്റ് ഫോർവേഡ് വേർഷനിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഇതെങ്ങനെയാ നടന്നതെന്ന് മനസ്സിലാവണമെങ്കിൽ നമ്മൾ ആദ്യം മ്യൂട്ടേഷൻ എന്താണെന്ന് അറിയണം. സിമ്പിളായി പറഞ്ഞാൽ, ഒരു ജീവിയുടെ DNA-യിൽ വരുന്ന ഒരു റാൻഡം അക്ഷരത്തെറ്റാണത്. മിക്കവാറും സമയത്ത് ഇതുകൊണ്ട് ഒരു കുഴപ്പവും ഉണ്ടാവില്ല. പക്ഷേ ചിലപ്പോൾ ആ ഒരൊറ്റ തെറ്റ് അതിന് അതിജീവിക്കാനുള്ള ഒരുതരം സൂപ്പർ പവർ കൊടുത്തെന്നിരിക്കും. ഇവിടെയാണ് ആ കളി മാറിയത്. സ്റ്റെപ്പ് 1: ആന്റിബയോട്ടിക്കുകൾ ഒരു പട പോലെ വന്ന് ട്യൂബർക്കുലോസിസ് ബാക്ടീരിയകളെ ആക്രമിക്കുന്നു. സ്റ്റെപ്പ് 2: മിക്കവാറും എല്ലാം ചത്തുപോകുന്നു. പക്ഷേ സ്റ്റെപ്പ് 3 ശ്രദ്ധിച്ചേ, തികച്ചും യാദൃച്ഛികമായി ഒരു മ്യൂട്ടേഷൻ കിട്ടിയ കുറച്ചെണ്ണം മാത്രം രക്ഷപ്പെടുന്നു. ഇനി സ്റ്റെപ്പ് 4: ആ ഒറ്റപ്പെട്ട അതിജീവികൾ പെരുകി മരുന്നിനെ ഒട്ടും പേടിയില്ലാത്ത ഒരു പുതിയ തലമുറയെ തന്നെ ഉണ്ടാക്കുന്നു. അതായത്, നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, ആ രോഗിക്ക് പുറത്തുനിന്ന് പുതിയൊരു അണുബാധയല്ല വന്നത്. അദ്ദേഹത്തെ കൊന്നത് സ്വന്തം ശരീരത്തിനുള്ളിൽ വെച്ച് പരിണമിച്ച് കൂടുതൽ ശക്തിയാർജിച്ച ആദ്യത്തെ അണുബാധയുടെ തന്നെ ഒരു അപ്ഗ്രേഡഡ് വേർഷനായിരുന്നു. അന്നത്തെ ആ ഒരൊറ്റ കേസ് ഇന്ന് ലോകം മുഴുവൻ പേടിക്കുന്ന ഒരു വലിയ പ്രശ്നത്തിന്റെ തുടക്കമായിരുന്നു: സൂപ്പർ ബഗുകൾ. അതായത്, സാധാരണ ആന്റിബയോട്ടിക്കുകൾക്കൊന്നും ഇവയൊന്നും ചെയ്യാൻ പറ്റില്ല. ഇത് നമ്മുടെ ആരോഗ്യരംഗത്തിന്ന് കാണുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിലൊന്നാണ്. അപ്പോൾ ഈ ബാക്ടീരിയയുടെ ലോകത്ത് നിന്ന് നമുക്കിതിനെല്ലാം ഒരു വിശദീകരണം തരുന്ന ആ വലിയ ആശയത്തിലേക്ക് പോകാം: ചാൾസ് ഡാർവിന്റെ ലോകത്തേക്ക്. സംഭവം നടക്കുന്നത് 1831 ചാൾസ് ഡാർവിൻ എന്ന ചെറുപ്പക്കാരനായ ഒരു പ്രകൃതിശാസ്ത്രജ്ഞൻ HMS ബീഗിൾ എന്ന കപ്പലിൽ ഒരു ലോകയാത്രയ്ക്ക് പോയി. ആ യാത്ര ശാസ്ത്രത്തിന്റെ ചരിത്രം തന്നെ മാറ്റിമുറിക്കും എന്ന് അന്നാരും കരുതിയിരുന്നില്ല. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില കണ്ടെത്തലുകളുണ്ടായത് ഗാലപ്പേഗോസ് ദ്വീപുകളിൽ നിന്നാണ്. പുറം ലോകവുമായി വലിയ ബന്ധമൊന്നുമില്ലാത്ത ജീവജാലങ്ങളുടെ ഒരു പ്രത്യേക ലോകം തന്നെയായിരുന്നു അത്. അവിടെ വെച്ച് ഡാർവിന്റെ ശ്രദ്ധയിൽ ഒരു കാര്യം പെട്ടു. ഓരോ ദ്വീപിലുമുള്ള ഫിഞ്ച് പക്ഷികളുടെ കൊക്കുകൾക്ക് നല്ല വ്യത്യാസമുണ്ട്. ചില ദ്വീപിലെ പക്ഷികൾക്ക് കട്ടിയുള്ള വിത്തുകൾ പൊട്ടിക്കാൻ പറ്റിയ ബലമുള്ള കൊക്കുകൾ, വേറെ ചില ദ്വീപിൽ പ്രാണികളെ പിടിക്കാൻ പാകത്തിന് നേർത്ത കൊക്കുകൾ. ഇതെങ്ങനെ സംഭവിച്ചു? ആ ചോദ്യത്തിൽ നിന്നാണ് പ്രകൃതി നിർദ്ധാരണം അഥവാ നാച്ചുറൽ സിലക്ഷൻ എന്ന വിപ്ലവകരമായ ആശയം ഉണ്ടാകുന്നത്. അതിന്റെ ഐഡിയ വളരെ സിമ്പിളാണ്. 1. ജീവികൾ ഒരുപാട് കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നു. 2. ഈ കുഞ്ഞുങ്ങളൊന്നും 100% ഒരുപോലെയല്ല, ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടാകും. 3. അവർക്ക് ഭക്ഷണത്തിനും സ്ഥലത്തിനും വേണ്ടി ഒരു മത്സരം തന്നെ ഉണ്ടാകും. 4ാമത്തെ സ്റ്റെപ്പാണ് ഏറ്റവും പ്രധാനം. ആ സാഹചര്യത്തിൽ അതിജീവിക്കാൻ ഏറ്റവും സഹായിക്കുന്ന ഗുണങ്ങളുള്ളവർ മാത്രം രക്ഷപ്പെടുന്നു. അവർ കൂടുതൽ കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുന്നു. അവരുടെ ആ നല്ല ഗുണങ്ങൾ അടുത്ത തലമുറയിലേക്ക് കൈമാറുന്നു. അത്രയുള്ളൂ സംഭവം. ഡാർവിൻ പറഞ്ഞ ഈ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന ആശയം ഒന്നുകൂടി വ്യക്തമാക്കാൻ നമുക്ക് അതിനു മുൻപുണ്ടായിരുന്ന വേറൊരു തിയറിയുമായിട്ടൊന്ന് താരതമ്യം ചെയ്യാം. ഇതാണ് രണ്ടും തമ്മിലുള്ള പ്രധാന വ്യത്യാസം. ലമാർക്ക് എന്ന ശാസ്ത്രജ്ഞൻ പറഞ്ഞത് പരിസ്ഥിതിയാണ് ജീവികളിൽ മാറ്റമുണ്ടാക്കുന്നത് എന്നാണ്. പക്ഷേ ഡാർവിൻ പറഞ്ഞതല്ല. മാറ്റങ്ങൾ യാദൃച്ഛികമായി അവിടെ ഓൾറെഡി ഉണ്ട്. പരിസ്ഥിതി അതിലേറ്റവും നല്ലതിനെ തിരഞ്ഞെടുക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഒന്ന് മാറ്റമുണ്ടാക്കുന്നു, മറ്റൊന്ന് തിരഞ്ഞെടുക്കുന്നു. വലിയ വ്യത്യാസമുണ്ട്. ജിറാഫിന്റെ ഉദാഹരണം എടുത്താൽ ഇത് ക്ലിയറാകും. ലമാർക്ക് വിചാരിച്ചത് ജിറാഫുകൾ മുകളിലുള്ള ഇലകൾ തിന്നാൻ വേണ്ടി കഴുത്ത് നീട്ടി ആ നീളം അടുത്ത തലമുറയ്ക്ക് കൊടുത്തു എന്നാണ്. എന്നാൽ ഡാർവിന്റെ ഐഡിയ അനുസരിച്ച് പലതരം കഴുത്തിന്റെ നീളമുള്ള ജിറാഫുകൾ അന്നുമുണ്ടായിരുന്നു.
അതിൽ സ്വാഭാവികമായി കഴുത്തിനൽപ്പം നീളം കൂടുതലുള്ളവർക്ക് കൂടുതൽ ഭക്ഷണം കിട്ടി. അവർ കൂടുതൽ കാലം ജീവിച്ചു, അവർക്ക് കൂടുതൽ കുഞ്ഞുങ്ങളുണ്ടായി. അങ്ങനെ ഒരുപാട് തലമുറകൾ കഴിഞ്ഞപ്പോൾ നീണ്ട കഴുത്തുള്ള ജിറാഫുകൾ മാത്രമായി. ഓക്കെ, അപ്പോൾ ഡാർവിൻ്റെ ആശയം ഏകദേശം പിടികിട്ടിയല്ലോ. ഇനി നമുക്ക് നമ്മുടെ കഥയുടെ തുടക്കത്തിലേക്ക്, ആ രോഗിയുടെ അടുത്തേക്ക് തന്നെ തിരിച്ചു പോകാം. ഡാർവിൻ്റെ കാലത്ത് ജീനുകളെക്കുറിച്ചോ DNA-യെക്കുറിച്ചൊന്നും ആർക്കും അറിയില്ലായിരുന്നു. പക്ഷേ ഇന്ന് നമുക്കറിയാം. അപ്പോൾ ഡാർവിൻ്റെ സിദ്ധാന്തവും ഇന്നത്തെ ജനിതകശാസ്ത്രവും കൂടി ചേരുമ്പോഴാണ് നമുക്ക് നവഡാർവിനിസം കിട്ടുന്നത്. ഇത് പരിണാമത്തിൻ്റെ ഒരു കംപ്ലീറ്റ് ചിത്രം നമുക്ക് തരുന്നുണ്ട്. ഇനി ഈ കണക്കുകളൊന്ന് നോക്കിക്കേ. ഇത് ശരിക്കും നമ്മളെ അത്ഭുതപ്പെടുത്തും. മനുഷ്യന്റെ രക്തത്തിലുള്ള ഹീമോഗ്ലോബിനും ചിമ്പാൻസിയുടേതും തമ്മിൽ ഒരു അമിനോ ആസിഡിന്റെ വ്യത്യാസം പോലുമില്ല. 0. ഗൊറില്ലയുമായി വെറും 1ന്റെ വ്യത്യാസം. അതേസമയം ഒരു എലിയുമായി 31 വ്യത്യാസങ്ങളുണ്ട്. ഇത് കണ്ടോ? നമ്മളെല്ലാം ഒരേ പൂർവികരിൽ നിന്നു വന്നവരാണെന്നതിന് ഇതിലും വലിയ എന്ത് തെളിവ് വേണം? അപ്പോ നമ്മൾ തുടങ്ങിയിടത്തേക്ക് തന്നെ തിരിച്ചെത്തുകയാണ്. ആയിരക്കണക്കിന് വർഷങ്ങളെടുത്ത് ഫിഞ്ച് പക്ഷികളുടെ കൊക്കിന് പല രൂപം കൊടുത്ത അതേ പ്രകൃതി നിയമം തന്നെയാണ് വെറും മാസങ്ങൾക്കുള്ളിൽ മരുന്നുകളെ തോൽപ്പിക്കുന്ന സൂപ്പർ ബഗ്ഗുകളെ ഉണ്ടാക്കുന്നതും. ഒരേ പ്രോസസ്സ്, പക്ഷേ ഒന്ന് വളരെ പതുക്കെ, മറ്റൊന്ന് വളരെ വേഗത്തിൽ. ഭൂമിയിലെ ഓരോ ജീവനും, ഒരു ചെറിയ ബാക്ടീരിയ മുതൽ നമ്മൾ മനുഷ്യർ വരെ, എല്ലാവരും ഒരു പൊതുവായ പൂർവികനിൽ നിന്ന് ശാഖകളായി പിരിഞ്ഞ ഒരു വലിയ മരത്തിലെ അംഗങ്ങളാണ്. നമ്മളെല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ പരിണാമം എന്ന പ്രക്രിയ ഒരിക്കലും അവസാനിക്കുന്നില്ല. അത് ഇപ്പോഴും, ഈ നിമിഷത്തിലും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ അടുത്തത് എന്തായിരിക്കും? ഇതിന്റെ അടുത്ത ഘട്ടം എന്താവും? ഒന്ന് ആലോചിച്ചു നോക്കൂ.